സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉംറ തീർത്ഥാടനം നിർവഹിക്കുന്നവർ മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ കർമ്മങ്ങൾ നടത്തുമ്പോൾ തിരക്കൊഴിവാക്കാനും ശാരീരിക അകലം പാലിക്കാനും സൗദി അറേബ്യ അധികൃതർ ആവശ്യപ്പെട്ടു. പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യത കുറയ്ക്കുകയും ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തടയുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ സുരക്ഷിതമായ ഉംറ ഉറപ്പുവരുത്താനാകുമെന്നും മന്ത്രാലയം എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. വൈറൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകളിൽ നിന്നും സ്വയം സുരക്ഷ ഉറപ്പാക്കുന്നതിന് തീർത്ഥാടകർ ഗ്രാൻഡ് മോസ്കിലും മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലും മാസ്ക് ധരിക്കണമെന്നും മന്ത്രാലയം ആവർത്തിച്ച് ശുപാർശ ചെയ്തു. ആവശ്യത്തിന് വെള്ളം കുടിക്കാനും മന്ത്രാലയം വിശ്വാസികളോട് നിർദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ജലാംശം നിലനിർത്താൻ ഇടയ്ക്കിടെയുള്ള വെള്ളം കുടി അനിവാര്യമാണ്. ലോകമെമ്പാടുമുള്ള 1.8 ദശലക്ഷം മുസ്ലിങ്ങൾ പങ്കെടുത്ത വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷം ജൂൺ അവസാനത്തോടെയാണ് ഈ വർഷത്തെ ഉംറ സീസൺ ആരംഭിച്ചത്. ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 300% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 550 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ 2024 1500 വളർന്നുവെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാക്കി അറിയിച്ചു. ഒമാനിലെ സുസ്ഥിര വികസന അജണ്ടയിൽ ഗ്രീൻ മൊബിലിറ്റിക്ക് വളരെ അധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാക്കി അറിയിച്ചു. കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ 2050 ഗ്രീൻ മൊബിലിറ്റിയുടെ ഭാവി കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ സുപ്രധാന നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയം സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് കഴിഞ്ഞ വർഷം 120-ലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിച്ചു. ഈ വർഷാവസാനത്തോടെ പോയിന്റുകളുടെ എണ്ണം 200-ലധികം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2027 വിവിധ ഗവർണറേറ്റുകളിലായി 350-ലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുറമുഖ ഉപകരണങ്ങൾ വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ പരിവർത്തനം ചെയ്യുന്നതിനും വിമാനത്താവളങ്ങളെ പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുന്നതിനും മന്ത്രാലയം ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നേരിട്ടുള്ള മാർഗമെന്ന നിലയിൽ ഡാറ്റാ സെന്ററുകളിലും കമ്മ്യൂണിക്കേഷൻസ് ടവറുകളിലും മലിനീകരണം കുറയ്ക്കാൻ മന്ത്രാലയം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രീൻ മൊബിലിറ്റി മേഖലയിൽ നിരവധി പ്രാദേശിക സംരംഭങ്ങൾ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നടപ്പിലാക്കിയിട്ടുണ്ട്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ദിമ ലിമ ഖസബ് റോഡ് പദ്ധതി ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ നീക്കമാണിത്. ഭക്ഷണ വിതരണത്തിൽ ഇലക്ട്രിക് സൈക്കിളുകൾ സജീവമാക്കുന്നതിനുള്ള ഒരു പൈലറ്റ് പ്രൊജക്ടിന് പുറമെ ഗ്രീൻ ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രക്കുകൾക്കായി ഗ്രീൻ കോറിഡോർ പ്രൊജക്ടും ആരംഭിച്ചു. ഒമാന്റെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകമായ മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ ഒരുങ്ങുന്ന സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇതിനോടകം 60% പ്രവർത്തനം പൂർത്തിയായി. 2025 രണ്ടാം പകുതിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18,155 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 1,82 ലക്ഷം റിയാൽ ചെലവിലാണ് ഇത് ഒരുക്കുന്നത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഇവിടെയുണ്ടാകും. മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന നിലവിലുള്ള എല്ലാ റഫറൻസ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു. ലബോറട്ടറികളുടെ ഡയഗ്നോസ്റ്റിക് കഴിവുകൾ വർദ്ധിപ്പിക്കുകയും പൊതുജനാരോഗ്യത്തിന്റെയും സുപ്രധാന ആരോഗ്യ സുരക്ഷയുടെയും ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ പേരിലുള്ള പാസ്പോർട്ട് സേവനങ്ങൾ തിങ്കളാഴ്ച വരെ തടസ്സപ്പെടുന്നത് തുടരും. പാസ്പോർട്ട് സേവാ പോർട്ടലിൽ സാങ്കേതിക അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത്. പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ തുടങ്ങിയവയാണ് തടസ്സം നേരിടുക. താൽക്കാലികമായാണ് സേവനം തടസ്സപ്പെടുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി വരെ സേവനം ലഭ്യമാകില്ല. BLS സെന്ററിലെ കോൺസുലർ, വിസ സേവനങ്ങൾ എന്നിവയ്ക്ക് തടസ്സമുണ്ടായിരിക്കില്ല. മസ്കറ്റ് ഇന്ത്യൻ എംബസിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തിറക്കിയത്. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് സേവന പോർട്ടൽ ഏതാനും ദിവസങ്ങൾ പ്രവർത്തിക്കില്ലെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചു. സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച മുതൽ സെപ്റ്റംബർ 24 തിങ്കളാഴ്ച പാസ്പോർട്ട് പോർട്ടൽ പ്രവർത്തനരഹിതമാകുമെന്നാണ്
എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, എമർജൻസി തത്കാൽ പാസ്പോർട്ടുകളും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളും ലഭിക്കില്ല. BLS ഇന്റർനാഷണൽ സെന്ററുകളിലും സെപ്റ്റംബർ 20 മുതൽ സെപ്റ്റംബർ 22 വരെ പ്രവർത്തിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചവരാണ് ഇത് കാരണം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. സെപ്റ്റംബർ 21 അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന ആളുകൾക്ക് സെപ്റ്റംബർ 23 സെപ്റ്റംബർ 27 ഇടയിലുള്ള ഒരു പുതുക്കിയ ദിവസങ്ങളാണ് നൽകിയിരിക്കുന്നത്. പുതുക്കി നൽകിയ ദിവസം പോകാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരു ദിവസം BLS സെന്ററിൽ നേരിട്ടെത്തി ദിവസം മാറ്റി നൽകാവുന്നതാണ്. ഇതിനുവേണ്ടി പ്രത്യേകമായി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം വരില്ല. പാസ്പോർട്ട് പുതുക്കാൻ എത്തുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കാതെയാണ് ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ 94ാം ദേശീയ ദിനമാണ് നാളെ. ഛിന്നഭിന്നമായി കിടന്ന വിവിധ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് രാഷ്ട്രസ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് ആധുനിക സൗദി അറേബ്യയെ കെട്ടിപ്പടുത്തതിൻ്റെ വാർഷിക ദിനമാണ് സെപ്റ്റംബർ 23 ആഘോഷിക്കുന്നത്. വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് രാജ്യം ഇത് കൊണ്ടാടുന്നത്. ഈ മാസം 18 ആരംഭിച്ച ആഘോഷം ഒക്ടോബർ 2 വരെ തുടരും. ആഘോഷങ്ങൾക്കിടയിൽ സൗദി ദേശീയ പതാക ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു. നിറം മങ്ങിയതോ മോശം സ്ഥിതിയിലുള്ളതോ ആയ പതാക ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള പതാകകൾ ഉയർത്തുന്നത് വിലക്കിയിട്ടുണ്ട്. പഴകിയ പതാകയും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ വ്യാപാര മുദ്രയായോ വാണിജ്യ പരസ്യ ആവശ്യത്തിനായോ നിയമത്തിൽ അനുശാസിക്കുന്നതല്ലാത്ത മറ്റേതെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. അതുപോലെ ഏതെങ്കിലും വസ്തു കെട്ടുന്നതിനോ കൊണ്ടുപോകുന്നതിനോ ഉള്ള ഒരു ഉപകരണമായി പതാകയെ ഉപയോഗിക്കരുത്. മൃഗങ്ങളുടെ ശരീരത്തിൽ പതാക പുതപ്പിക്കുകയോ മുദ്രയായി പതിപ്പിക്കുകയോ ചെയ്യരുത്. ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന വസ്തുക്കളിൽ പതാക അച്ചടിക്കുന്നത് ഉൾപ്പെടെ അപമാനിക്കുന്നതോ കേടുവരുത്തുന്നതോ ആയ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം സൂചിപ്പിച്ചു. പതാകയിൽ മറ്റേതെങ്കിലും ലോഗോ സ്ഥാപിക്കുന്നതിനും വിലക്കുണ്ട്. രാജ്യത്തിൻ്റെ ചിഹ്നം പതാകയിൽ നിശ്ചിത സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കണം. പതാക കേടുപാടുകൾ വരുത്താനോ വൃത്തികേടാക്കാനോ പാടില്ല. 94ാമത് ദേശീയ ദിനാഘോഷ ഭാഗമായി ജിദ്ദ കോർണിഷിൽ റോയൽ സൗദി എയർഫോഴ്സ് വിമാനങ്ങളുടെ പ്രകടനം നടത്തി. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് 17 നഗരങ്ങളിൽ വ്യോമസേന പ്രദർശനം നടത്തുമെന്ന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പൊതുസ്ഥലത്ത് ആളുകളെ ശല്യം ചെയ്താൽ 5000 റിയാൽ പിഴ ചുമത്തുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. പൊതുസ്ഥലങ്ങളിലെയും അവിടെയെത്തുന്ന സന്ദർശകരെയും ബഹുമാനിക്കണമെന്നും ഇതിന് വിരുദ്ധമായ പെരുമാറ്റങ്ങൾ പാടില്ലെന്നും പൊതുസ്ഥല മര്യാദകൾക്കുള്ള ചട്ടങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിച്ചു. ഇതിന് വിരുദ്ധമായ പെരുമാറ്റങ്ങൾ ചെയ്യരുത്. സന്ദർശകരെ ദ്രോഹിക്കുന്നതോ അവരെ ഭയപ്പെടുത്തുന്നതോ അപകടത്തിലേക്ക് നയിക്കുന്നതോ ആയ ഒരു വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തി പൊതുസ്ഥലങ്ങളിൽ ചെയ്യുന്നവർക്ക് 5000 റിയാൽ പിഴ ചുമത്തും. പൊതുസ്ഥല മര്യാദ ചട്ടങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി.